ഞാൻ ആദിക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കായംകുളത്തിനടുത്താണ്, പത്തനംതിട്ട റൂട്ടിൽ. അവിടെ 4 ദർഗുണ്ട്. അപ്പോൾ ആ ദർഗൻ്റെ മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരു 100-500 ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, കച്ചറ ഉണ്ടാക്കാനാണ് വരുന്നത്. ഒരു സക്കാഫിയാണ് നേതൃത്വം നൽകുന്നത്, നീണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ സ്റ്റേജിലേക്ക് വന്ന് തൊട്ടടുത്ത് നിന്ന് ഒച്ചയും ബഹളവും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രശ്നം? ചോദിക്കണം, എല്ലാവർക്കും ചോദിക്കണോ? അല്ല, ഞങ്ങൾ ഉസ്താദ് ചോദിച്ചാൽ ഒന്നാം ഉസ്താദ് സ്റ്റേജിൽ കയറി കൊട്ടയായിരുന്നു. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെ ചോദ്യം മൈക്കിലൂടെ നിങ്ങൾ ചോദിച്ചോളൂ, ഉത്തരം ഞാൻ പറയാം. ഉസ്താദിൻ്റെ ചോദ്യം എന്താ പറയുക? ആദിക്കാട്ട് കുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഹദ്ദാദുർ റാത്തീബും ഒക്കെ നടത്തിയവരാണ്, അവർ മുശ്രിക്കാണോ കാഫിറാണോ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അത് വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പം അതിന് ഉത്തരം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് ഫിർഔൻ സക്കാഫിയാണ്. ഫിറൗൻ സക്കാഫി എന്ന് പറഞ്ഞ ആളാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത്. അതിന് ആദ്യം മറുപടി പറഞ്ഞ മൗലവി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഏതാണ് ചോദ്യം? മൂസാ നബി കൊട്ടാരത്തിൽ ചെന്നിട്ട് പച്ച തൗഹീദ് പറഞ്ഞു. മൂസാ നബി പറയുന്ന തൗഹീദ് എന്താ പറയുക? പ്രാർത്ഥന റബ്ബിനോട്. കാരണം എന്താ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖുർആനിൽ 20-ാം അധ്യായം 49-50 വചനം. ഫിറോന്റെ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്ന പടച്ചോനാണ്, അതുകൊണ്ട് ദുആ പടച്ചോനോടാണ്, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത എൻ്റെ റബ്ബിനോടാണ് ദുആ, എൻ്റെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഫിറോന്റെ സദസ്സിൽ കുറേ ആളുണ്ട്. സദസ്സിനെ ഇളക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് എന്ത്? ബാപ്പയും നരകത്തിലാണോ എന്ന് ചോദിക്കുക. ഇത് AP സുന്നോളും EK സുന്നോളും മുജാഹിദോട് ചോദിക്കണ. ഇതാദ്യം ചോദിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾ ഉസ്താദ് ഫിറോൻ സക്കാഫിയാണ്. ഫിറൗൻ സക്കാഫി ഇത് ആദ്യം ചോദിച്ചപ്പോൾ മൂസാ നബി ചെയ്ത പണി എന്നറിയോ? ഓരോരുത്തരെ പേരെടുത്ത് ഇങ്ങനെ ഒരൊക്കെ നരകത്തിലും സ്വർഗത്തിലും എന്നൊന്നും പറഞ്ഞില്ല. കലയിൽ മുഹാ, അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് എൻ്റെ റബ്ബിനറിയാം, അതൊരു കിതാബിലുണ്ട്, അല്ലാഹ് മറക്കുകയില്ല, അല്ലാഹ്ക്കത് വിട്ടുപോകുകയുമില്ല. അപ്പൊ പൂർവികര് റബ്ബിന്റെ കിതാബ് കയറിയതാ. ഇതാ വിശുദ്ധ ഖുർആൻ. എവിടെയതുള്ളത്? 20-ാം അധ്യായം 51-52 വചനം വ്യക്തമാണ്. പൂർവികരെന്ത് നമ്മൾ നോക്കണ്ട, ഖുർആനിലും സുന്നത്തിലും വിളിക്കപ്പെട്ടാൽ അവരെന്താ പറയാറിയോ? കാലുമാ വജദ്നാ അലൈഹി ആബാനാ, ഞങ്ങളുടെ പിതാക്കന്മാർ ജീവിച്ചത് മതി ഞങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. എടോ, നിന്റെ ഉപ്പ പന്നൂരിലെ നിന്റെ ഉപ്പ നിനക്ക് പ്രിയങ്കരാണ്, എനിക്കറിയാം, പക്ഷെ എൻ്റെ ഉപ്പാക്ക് ഹിദായത്തുമില്ല, വിവരം കേടുവാണ്. അല്ലാഹ് പറയട്ടെ, എന്നോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. മൊയ്തീനെ, ബഷീറെ, പന്നൂരാരാ, എൻ്റെ ഉപ്പ ആരാണ്? എൻ്റെ ഉപ്പ വിവരം കെട്ടോനാണ്. എനിക്ക് ഉപ്പ വലുതാണ്, എനിക്കറിയാം, പക്ഷെ ഉപ്പ വിവരം കെട്ടോനും ഹിദായത്ത് കിട്ടാത്തവനും ആണെങ്കിലും ആ വിവരക്കേടും ഹിദായത്തില്ലായ്മയുമാണോ നീ സ്വീകരിക്കുന്നത്? ഹിദായത്ത് കുടികൊള്ളുന്നത് ഖുർആനിലാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം സ്വർഗത്ത് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞ്? കുൽനഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്ന് കിട്ടിയാൽ ഒരു കാര്യം ഉറപ്പിച്ചോളി പന്നൂരാർ, അതെന്താ അറിയോ? റബ്ബിൽ നിന്ന് ഉറപ്പുള്ള മാർഗദർശനം സ്വീകരിച്ചാലല്ലാതെ ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. ഖുർആൻ 2-ാം അധ്യായം 38-ാമത്തെ വചനം. ഒരു വാചോടി കേട്ടോളി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വാചോടി കേട്ടോളി. സൂറത്ത് ലുക്മാനിലാണ്. സൂറത്ത് ലുക്മാനിലെ അല്ലാഹ് പറയുന്ന കാര്യം എന്താ അറിയോ? അത് നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതായത് വൈദാ ഖീല ലഹും തുബിയു മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ശൈത്വാനു യദ്ഊഹും ഇലാ അദാബിസ് സഗീർ. 31-ാം അധ്യായം 21-ാമത്തെ വചനത്തിന് എന്താ ഉള്ളത്? അല്ലാഹു ഇറക്കിയതിനെ പിന്തുടരൂ എന്നവരോട് പറയപ്പെട്ടാൽ, നോക്കണം, ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയില്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ട വഴിയെ ഞങ്ങൾ പിന്തുടരും. നോക്കൂ, ഞാൻ ചോദിക്കാൻ, മുജാഹിദുകൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. മുജാഹിദുകളിൽപ്പെട്ട ഒരാളും ഇങ്ങനെ പറയില്ല. ബാപ്പയും മേയും ജീവിച്ചവൻ ഞങ്ങൾ പറയില്ല, പക്ഷെ സമസ്തക്കാർ പറയും. എനിക്കറിയാം, എൻ്റെ ഉമ്മൻ്റെ കുടുംബക്കാരൊക്കെ അതാണ് പലതും. ഒരുപാട് ആള് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഒരൊക്കെ പറയല് ഞങ്ങളുടെ വാപ്പാര്, ഞങ്ങളുടെ ഉമ്മാര്, ഞങ്ങളുടെ വാപ്പ എന്നാ കണ്ട്, ഞങ്ങളുടെ ഉപ്പ നല്ല മനുഷ്യനായിരുന്നു, 5 നേരം നിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് ദീനാവൂലെന്നേ. അബൂജഹൽ നിസ്കരിച്ചിരുന്നില്ലേ? ഒരു നോമ്പ് വെട്ടിടുന്നില്ലേ? ഒരു ഹജ്ജ് ചെയ്തിരുന്നില്ലേ? ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അത് ശൈഖന്മാർക്കായിരുന്നു. ഓരോ ഓഹരി ശൈഖന്മാർക്കും
ഓരോഹരി അള്ളാഹു നിങ്ങൾ ചെയ്യണം അതേ പണി. സൂറത്ത് അന്നാം എടുത്തു നോക്ക്. വെറുതെ ഇന്നിരുന്നിട്ട് സൂറത്ത് അന്നാം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയിലാണോ അല്ല നിങ്ങൾ ശരികേടിലാണോ. പക്ഷെ നിങ്ങൾ ഖുർആൻ വായിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതറിയില്ല. നിങ്ങളെ ഉസ്താദുമാർ പോലും മര്യാദയ്ക്ക് ഇരുന്ന് ഖുർആൻ ഓതലില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളെ മുമ്പ് ചിലപ്പോൾ ഖുർആൻ പിടിക്കുന്നുണ്ടാവും. ഹക്കത്തിലാവത്ത് ഹക്കത്തിലാവത്ത് ഹക്ക തുഖാതിഹി ഹക്ക ജിഹാദിഹി. ഖുർആൻ ഓതേണ്ട മുറപ്രകാരം സത്യാന്വേഷണ ത്വരയോടെ ഖുർആൻ വായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ വായിച്ചവരൊക്കെ നന്നായി, അങ്ങനെ വായിച്ചവരൊക്കെ വിജയിച്ചു. അതുകൊണ്ട് എന്ത് വേണം? ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം.